ഒരിടത്ത് ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത മകൻ അപ്പന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നടക്കുന്നവനായിരുന്നു. മകനെ, നമ്മുടെ കൃഷിസ്ഥലത്തിൽ പോയി എല്ലാം നന്നായി നടക്കുമോ എന്ന് നോക്കുക. ശരിയപ്പ, ഞാൻ പോയി നോക്കാം. എന്നാൽ ഇളയ മകൻ പിതാവിനനുസരിക്കാത്ത ധിക്കാരിയായിരുന്നു. മകനെ, നിന്റെ ചേട്ടന്റെ കൂടെ പോയി കൃഷിസ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് വരിക. ഈ അപ്പൻ ഒരാൾ പോയാ പോരെ, എനിക്ക് കൂട്ടുകാരോടൊപ്പം പുറത്തു പോകാനുണ്ട്. മൂത്ത മകൻ അപ്പനെ സഹായിച്ചും വീട്ടുകാര്യങ്ങൾ നോക്കിയും വന്നപ്പോൾ ഇളയ മകൻ നിഷേധിയും അഹങ്കാരിയുമായി മാറി. അങ്ങനെ ഒരു ദിവസം, മകനെ, നിന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. നിന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല. ഓ, എപ്പോ നോക്കിയാലും ഉപദേശം മാത്രം. അപ്പ, എനിക്ക് നിങ്ങളെ പോലെ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഇവിടെ വിട്ടു പോകുന്നു. എനിക്ക് എന്റെ വീതം ഇപ്പോ കിട്ടണം. നിന്റെ വീതമോ? അതിന് നീ വീട്ടിനും അപ്പനും വേണ്ടി എന്താണ് ചെയ്തത്? ഞാൻ എന്റെ അപ്പനോടാണ് ചോദിച്ചത്, നിന്നോടല്ല. നിർത്ത്. എന്റെ മക്കൾ ഇനി ഇതിനു വേണ്ടി അടികൂടണ്ട. നിന്റെ വീതം നിനക്ക് തരാം. പക്ഷേ ഒന്ന് നോക്കുക മകനെ, നിന്റെ ഈ പോക്ക് നാശത്തിലേക്കാണ്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അങ്ങനെ ആ മകൻ തന്റെ വീതവും വാങ്ങി വീട് വിട്ടിരുന്നു. അവൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരുമായി അവൻ രാവും പകലും ആഘോഷിച്ചു. പക്ഷേ അവരുടെ ലക്ഷ്യം അവന്റെ പണമായിരുന്നു. അത് തീർന്നതും അവരവനെ ഉപേക്ഷിച്ചു. എന്റെ പണം, എന്റെ കൂട്ടുകാർ എല്ലാം തീർന്നു. ഞാനിനി എങ്ങനെ ജീവിക്കും? അപ്പനെയും ചേട്ടനെയും അടുത്ത് മടങ്ങിപ്പോയാലോ? ഇല്ല, അവരെന്നെ സ്വീകരിക്കില്ല. എന്തെങ്കിലും ജോലി കണ്ടെത്തണം. അങ്ങനെ അവൻ നടന്നു നടന്ന് ഒരു പുതിയ സ്ഥലത്തെത്തി. അവിടെ ധനികനായ ഒരാളെ കണ്ടുമുട്ടി. ആരാ? എന്തു വേണം? യജമാനിനെ, ഞാൻ ദൂരെ ഒരു ദേശത്തു നിന്ന് വരികയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. ആ ശരി, നീ എന്റെ വേലക്കാരുടെ കൂടെ വയലിൽ ജോലി നോക്കാൻ പൊക്കോ. അങ്ങനെ അവൻ അവരുടെ കൂടെ ആ വീട്ടിൽ ഒരു വേലക്കാരനായി കഴിഞ്ഞുകൂടി. പല ദിവസങ്ങളിലും അവൻ പട്ടിണി കിടന്നു. അവന്റെ തെറ്റുകൾ അവന് ഏറെക്കുറെ മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം, യജമാനെ, എനിക്കിത് പറ്റുന്നില്ല. നീയാണ് എന്റെ അടുത്ത് ജോലി ചോദിച്ചു വന്നത്. ഇവിടെ ഇത്രയൊക്കെ കിട്ടും. നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് ഇട്ടിട്ട് പോകാം. കഷ്ടം. എന്റെ അപ്പന്റെയും ചേട്ടന്റെയും വാക്ക് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്റെ വീട്ടിലെ വേലക്കാർ എത്ര സമൃദ്ധമായാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. ഒരു ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കാതിരിക്കില്ല. അങ്ങനെ അവൻ തിരിച്ചു തന്റെ സ്വഭവനത്തിലേക്ക് യാത്രയായി. അവന്റെ അപ്പൻ ദൂരെ നിന്നേ അവനെ കണ്ടു. മകനെ, എന്റെ മകനെ, നിന്നെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. അപ്പ, എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. ഇനി അങ്ങയുടെ മകൻ എന്ന പദവിക്ക് ഞാൻ അർഹനല്ല. അതുകൊണ്ട് എന്നെ ഒരു ദാസനായിട്ടെങ്കിൽ സ്വീകരിക്കണമേ. നീ എന്റെ മകനാണ്. നിന്റെ തെറ്റു നീ മനസ്സിലാക്കിയില്ലേ? അത് മതി. അപ്പ, ഞാനിത് സമ്മതിക്കില്ല. നമ്മളെല്ലാം വിട്ട് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയവനെ വീണ്ടും സ്വീകരിക്കുന്നത് ശരിയല്ല. അവൻ നിന്റെ അനിയനല്ലേ മോനെ? ഇവിടെ എന്റെ അനിയനോ? അതിന് നമ്മുടെ സ്വത്തൊക്കെ വിറ്റ് തൊലച്ചില്ലേ? മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. പക്ഷേ എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. ഇവനിതാ ജീവിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദേഷ്യമെല്ലാം മാറ്റി നിന്റെ അനിയനെ സ്വീകരിക്കുക. അങ്ങനെ എന്റെ സന്തോഷത്തിൽ പങ്കുകാരാകുക. ധൂർത്തപുത്രന്റെ ഉപമ നമ്മളെ ദൈവത്തിന് അനന്തമായ സ്നേഹവും ക്ഷമയും പഠിപ്പിക്കുന്നു.
ദൈവത്തോട് എത്ര അകന്നാലും അനുദപിച്ച് തന്റെ തെറ്റേറ്റു പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഹലോ